നമസ്കാരം. എൻ്റെ പേര് വിപിൻ. കേരളത്തിലെ തൃശ്ശൂർ ചിറ്റിലപ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട്ടിലെ വൈഫ്, 2 കുട്ടികൾ, വൈഫിൻ്റെ അമ്മ, അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് ചെയ്യാണ്. എപ്പോഴാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തത്? അന്ന് ഏത് പോളിസിയാണ് എടുത്തതെന്ന് പറയാമോ? സ്റ്റാർ ഹെൽത്തിൻ്റെ ഷുവർ എന്ന് പറഞ്ഞ പോളിസിയാണ് ഞാൻ എടുത്തത്. 2 വർഷം മുൻപാണ് ഞാൻ ഈ പോളിസി എടുത്തത്. ഇത് എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ വൈഫ്, കുട്ടികൾക്കൊക്കെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ അറിയാലോ, ഹോസ്പിറ്റൽ ബില്ലുകൾ ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. സാധാരണ ഒരു ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന് പറഞ്ഞ പോളിസി. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫാമിലിക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. അതും ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന് പറഞ്ഞ പോളിസി. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് താങ്കൾക്ക് എത്രമാത്രം സഹായകരമായിരുന്നു എന്നൊന്ന് പറയാമോ? 2 വർഷം മുൻപാണ് ഞാൻ ഈ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ എന്ന് പറഞ്ഞ പോളിസി എടുത്തത്. വൈഫിൻ്റെ ഇപ്പോഴത്തെ 2ാമത്തെ ഡെലിവറിക്ക് എനിക്കത് ഹെൽപ്പായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ ഡെലിവറിക്ക് അത് കവർ ചെയ്തു. ഓൾറെഡി കുട്ടി പറയുകയാണെങ്കിൽ ഒരു മാസം മുൻപ് വൈഫ് പ്രസവിച്ചു. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്താത്ത കാരണം കുട്ടീനെ ഏകദേശം ഒരു 2 വീക്സോളം NICയിൽ കിടത്തേണ്ടി വന്നു. നമുക്ക് NICയിൽ കിടത്തേണ്ടി വന്നപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വരെ നമുക്കിതിൽ കവേർഡായി. ഈ പോളിസി ഏറ്റവും എനിക്ക് വലിയ ഇഷ്ടമായത് അതുകൊണ്ടാണ്. നമ്മുടെ വൈഫിനെ കവർ ചെയ്തു, ഓൾറെഡി കുട്ടീനെയും കവർ ചെയ്തപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഏകദേശം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തു. അങ്ങനെ എല്ലാ എക്സ്പെൻസും നമുക്ക് ഇതിലൂടെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ 2ാമത് ക്ലെയിം ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് എന്തായിരുന്നു എന്നൊന്ന് പറയാമോ? 2 ആഴ്ച മുൻപ് എൻ്റെ മൂത്ത മോന് ഇതുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീണിട്ട് അവൻ താടിയുടെ അവിടെ ഒന്ന് ജസ്റ്റ് പൊട്ടി. ഇതുപോലെ തന്നെ അവനെ കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവനെ ഇതുപോലെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ചെയ്തു. നമ്മുടെ ഒരു 2 ദിവസം അവിടെ കിടത്തി. ഫുൾ എമൗണ്ട് നമ്മുടെ സ്റ്റാർ ഹെൽത്തിൽ നിന്ന് നമുക്ക് ക്ലെയിമായിട്ട് കിട്ടി. ഇപ്പോൾ മൊത്തത്തിൽ ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ടുള്ള താങ്കളുടെ എക്സ്പീരിയൻസ് അത് എങ്ങനെയായിരുന്നു? നമ്മളിത് ക്ലെയിം ചെയ്തപ്പോൾ നമുക്ക് ക്ലെയിം എമൗണ്ട് ഫുള്ളായിട്ട് കിട്ടി. നമുക്ക് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലെയിം സെറ്റിൽ ചെയ്ത് തന്നു സ്റ്റാർ ഹെൽത്ത്. നമുക്ക് അപ്പോഴാണ് മനസ്സിലായി 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ, ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ക്ലെയിം കൊടുത്തിട്ട് 6 മണിക്ക് ശേഷം 3 മണിക്കൂർ, ഒരു 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ ക്ലെയിം ഫുൾ സെറ്റിലായി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റി. പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. താങ്കൾ എങ്ങനെയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോട് നന്ദി പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഉപകാരമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഹോസ്പിറ്റൽ എക്സ്പെൻസൊക്കെ വരുമ്പോൾ എനിക്കൊരു വലിയൊരു തടയാണ് ഈ സ്റ്റാർ ഹെൽത്ത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ടെൻഷനില്ല എൻ്റെ ജീവിതത്തിൽ. ശരിക്കും പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് എനിക്ക് ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട് ഇന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സെക്യൂരിറ്റി. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാലോ, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ടൊക്കെയാണ് ഒരു ഫാമിലിക്ക് 25,000 35,000 ഒക്കെ ബില്ലുകൾ വരുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ജീവിതത്തിലെ സ്റ്റാർ ഹെൽത്ത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ 3 മാസമായി ഇപ്പോൾ ഏകദേശം നമ്മുടെ ചെറിയ കുട്ടി വന്നിട്ട് അവനിപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഫാമിലി ഭയങ്കര എന്താ പറയുക, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴില്ല നിലവിൽ. അതുപോലെ തന്നെ മൂത്തോന് ഇതുപോലെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ക്ലിയറാണ്. സ്കൂളിൽ പോയി തുടങ്ങി. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. താങ്ക് യു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്.